തീരുമാനങ്ങൾ എപ്പോഴും ഉറപ്പുള്ളതായിരിക്കണം. എവിടെ മനുഷ്യന്റെ തീരുമാനം തെറ്റുമോ അപ്പോൾ മുതൽ മനുഷ്യന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങും. ഒരു കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, ആത്മീയ ജീവിതത്തിലാകട്ടെ, ഭൗതിക വിഷയങ്ങളാകട്ടെ, ഏത് തന്നെ ആയാലും തീരുമാനം തെറ്റിയാൽ അടിസ്ഥാനം കുലുങ്ങുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. രണ്ട് പേരും ഒരു കഴുതയുമായുള്ള യാത്ര. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, എങ്കിലും ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. ഈ കഴുതയുടെ പുറത്ത് ഈ മോനെയും കൊണ്ട് അപ്പൻ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കുറച്ച് വേലയും തൊഴിലും ഇല്ലാത്ത ചെറുപ്പക്കാരൊക്കെ ഇരിക്കെ അവർ കളിയാക്കിയിട്ട് പറഞ്ഞു, ഓ കാലം മറിഞ്ഞ കാലം, ആ ചെക്കന് കണ്ടോ അപ്പനെ താഴെ ഇറക്കി മോൻ കയറി പോകുന്ന കാലം മറിഞ്ഞ കാലമേ. ഇത് അപ്പൻ കേട്ടു. അപ്പൻ കേട്ടിട്ട് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മോനോട് പറഞ്ഞു, മക്കളെ, ആൾക്കാർ ഇതൊക്കെ പറയുന്നു, മക്കൾ താഴെ ഇറങ്ങി, ഞാൻ മുകളിൽ കയറാം. അങ്ങനെ അപ്പൻ മുകളിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ വേലയും തൊഴിലും ഇല്ലാത്ത കുറെ ആൾക്കാർ ദാണ്ട് അവിടെ നിൽക്കുന്നുകൊണ്ട് പറയുന്നു, ഈ മുതുക്കൻ കിഴവൻ ആ കൊച്ചു ചെക്കനെ താഴെ ഇറക്കിയിട്ട് പോകുന്ന കണ്ടോ. ഇത് അപ്പന്റെ ചെവിയിൽ കേട്ടു. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അപ്പ പറഞ്ഞു, മക്കളെ, ആൾക്കാർ ഇതൊക്കെ പറയുന്നു, ഞാനൊന്ന് ഇറങ്ങാം. രണ്ടുപേരും ഇറങ്ങി കഴുതയെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവുക. കുറച്ചു ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ ദാണ്ടെ അവിടെ ഇരിക്കുന്ന കുറെ പേര് പറയുക, മണ്ടന്മാർ, ഈ കഴുത എന്തിനാണ് കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും ഇതിന്റെ പുറത്ത് കയറിയിരുന്നു വെക്കൂടെ? കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, മക്കളെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ കയറി പോകാം. രണ്ടുപേരും കൂടെ കയറി പോയപ്പോൾ ദാണ്ടെ കുറെ സ്ത്രീകള് വഴിവക്കത്തിരിക്കുക. അവർ കളിയാക്കി പറഞ്ഞു, ഓ മുതുക്കൻ കിളവൻ, ആ ചെക്കൻ കണ്ടോ, രണ്ടുപേരും കൂടെ കഴുതയെ കൊല്ലും, പാപം ആ കഴുത. അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കഴുതയെ നമുക്ക് ചുമന്നു കൊണ്ടുപോവാം. ഒടുവിൽ രണ്ടുപേരും ആ കഴുതയുടെ കൈയും കാലും കെട്ടി ഒരു കമ്പ് അതിന്റെ ഇടയിലിട്ട് രണ്ടുപേരും കൂടെ ചുമന്നുകൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർ താണ്ട അവിടെ ചന്തക്കകത്ത് നിൽക്കുക. അവർ കണ്ടിട്ട് പറഞ്ഞു, അയ്യേ മണ്ടന്മാർ, ഇതുപോലൊരു മണ്ടന്മാർ ലോകത്തുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കഥ ഒരു കഥയാണെങ്കിലും ശരിക്കും ഒരു ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെയാണ്. പലരും പലതും പറയുന്നത് കൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിക്കാറുണ്ട്. എന്നാൽ കേട്ടുകൊള്ളണം പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തരുന്ന ഒരു ചിന്തയുണ്ട്, ഒരു വികാരമുണ്ട്, ഒരു വിചാരമുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. അതിൽ നിന്ന് ഉദിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ആര് എന്ത് പറയുന്നു എന്നല്ല, ഞാൻ എടുക്കുന്ന തീരുമാനം ദൈവികമാകിയാൽ അത് ഉറപ്പും ബലവും അതിന്റെ അവസാനം ഭംഗിയുള്ളതായി തീരുമെന്നുള്ള ഉറപ്പ് നമുക്കില്ലെങ്കിൽ നമ്മളെപ്പോലെ ബുദ്ധിഹീനന്മാർ ആരുമില്ല. ആരോണ്ടോ എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാനത് ചെയ്യത്തില്ല. ആരോണ്ടോ പറഞ്ഞു, ഈ കോഴ്സ് കൊള്ളത്തില്ല, വേറെ കോഴ്സ് കൊള്ളാം, അതുകൊണ്ട് പഠിച്ച കോഴ്സിനെ കളഞ്ഞിട്ട് അടുത്ത കോഴ്സിൽ പോകുന്നു. ആരോണ്ടോ പറഞ്ഞു, ഈ ജോലി കുറച്ചും കൂടെ പോയാലേ ഭയങ്കര പ്രയാസം, അത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകുന്നുണ്ട്. ചില കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അയ്യോ, ഇവള് കൊള്ളത്തില്ല, വേറെ ഒന്നിനെ തരയും, ഇവൻ കൊള്ളത്തില്ല, വേറൊരുത്തനെ തരയും. നോക്കണ പ്രിയമുള്ളവരെ, ആരാണ്ടോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെ തീരുമാനം തെറ്റിക്കരുത്. കേട്ടോളമേ, വേദപുസ്തകത്തിനകത്ത് രൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ തീരുമാനം പക്ക തീരുമാനമായിരുന്നു. ഒരു അമ്മച്ചിയാണ് രൂത്തിന്റെ അമ്മായി അമ്മ. അവളുടെ പേര് നവോമി എന്നാണ്. ആ നവോമിയുടെ 2 ആൺമക്കളുണ്ടായിരുന്നു. ആൺമക്കൾ രണ്ടുപേരും മരിച്ചു പോയിട്ടോ. രൂത്ത് അമ്മായി അമ്മയോട് പറഞ്ഞ തീരുമാനം പ്രശസ്തമായ തീരുമാനമാണ്. അവളുടെ തീരുമാനത്തിൽ അമ്മായി അമ്മയോടുകൂടെ പറ്റി നിന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെട്ടു, മരണത്താലല്ലാതെ ഇനി ഒരു വേർപാട് നമുക്ക് തമ്മിലില്ല. എത്രമാത്രം ഉറച്ച തീരുമാനം. ഇവളൊരു ചെറുപ്പക്കാരിയാണ്, അമ്മായി ഒരു പ്രായാധിക്യത്തിൽപ്പെട്ടത്. പക്ഷേ അവളുടെ തീരുമാനം ഉറപ്പുള്ള തീരുമാനം. ആ തീരുമാനവുമായി ബത്ലഹേം എന്ന് പറയുന്ന അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അതൊരു കൊയ്ത്തിന്റെ കാലമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വേദനകൾ വരാം, ജീവിതത്തിൽ കഷ്ടതകൾ ഒത്തിരി ഉണ്ടാകാം. പക്ഷേ തീരുമാനത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിന്റെ അവസാനം ഒരു കൊയ്ത്തായിരിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്രഹോം എന്ന് പറയുന്ന 3 ബാലന്മാർ ഇപ്പോൾ ആയിരിക്കുന്നത് ബാബേൽ സാമ്രാജ്യത്തിലാണ്. അവിടെ ഒരു വലിയ വിഗ്രഹത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതിനെ നമസ്കരിക്കാത്ത എല്ലാവരെയും ഈ ചൂളയ്ക്കകത്തിടും. എന്നാൽ 3 ബാലന്മാർ രാജാവ് പറഞ്ഞ വാക്കിനെ തിരസ്കരിച്ചു. അവരുടെ തീരുമാനം, ഞങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കുകയില്ല. അവരുടെ ഉറച്ച തീരുമാനത്തിന്റെ നടുവിൽ രാജാവ് ഇത് കേട്ടിട്ട് 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിക്കുവാനിടയായി. പക്ഷേ വർദ്ധിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും അങ്ങ് നാട്ടിയിരിക്കുന്ന ഈ വിഗ്രഹത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടും മടക്കില്ല. ഉറച്ച തീരുമാനം. പക്ഷേ തീച്ചൂളയ്ക്കകത്ത് പോയി. പക്ഷേ 4-മനായ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച ഒരു സംഭവം ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൽ ദൈവത്തോടെടുത്ത തീരുമാനം, ദൈവത്തോടെടുത്ത ഉടമ്പടി, ദൈവത്തോടുള്ള ആ ഉറപ്പ് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? തീരുമാനം നഷ്ടപ്പെട്ട ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കും. തീരുമാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് എന്നെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ തീരുമാനത്തിലേക്ക് മടങ്ങി വരണമേ. തീരുമാനം, ക്രിസ്തുവിനോടുള്ള തീരുമാനം, ദൈവത്തോടുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടവർ, മാറി നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രശ്നം മാറത്തില്ല, ജീവിതത്തിലെ വേദന മാറത്തില്ല. ജീവിതത്തിലെ വേദനയും പ്രശ്നവും മാറണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ചെറിയ മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതം മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതം, ഉടഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതം, വ്യക്തിപരമായ ജീവിതം, ജീവിതത്തിന്റെ പരാജയ നിമിഷം മാറാൻ ഒരൊറ്റ വഴി, ക്രിസ്തുവുമായിട്ടുള്ള തീരുമാനത്തിൽ നമുക്ക് ഉറയ്ക്കാം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രക്ഷകനും ദൈവവും കർത്താവുമായി ജീവിതത്തിൽ മുമ്പിലോട്ട് പോകാൻ സർവശക്തനായ ദൈവം ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.